ഫ്ലവേഴ്സ് അക്ക പൊന്നോണ കാഴ്ച 2025 സെപ്റ്റംബർ 28 ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ 4 and 5. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ എല്ലാമായ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിച്ചിക്കോട്ട് ചേട്ടാൻ, പ്രസാദ് ഏട്ടാ, സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. വിളിക്കട്ടെ. വിളിക്കൂ. ആരാധ്യ ദേവിലക്ഷ്മി, നല്ലൊരു കൈഡി കൊടുക്കട്ടെ. ഇത് ഐറ്റം വേറെ. അടിപൊളി. എടി സംഗീതേ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്റെ ട്രൂപ്പിന്ന് നീ കൈകൊട്ടി കളി പഠിച്ചതിന് ശേഷം നീ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങിയത് പോട്ടെ, ഞങ്ങൾക്ക് കിട്ടുന്ന പരിപാടിയൊക്കെ നീ അടിച്ചു മാറ്റുമല്ലേടി. എടി നീ ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീ ഒരാൾ ഇവിടെ കിടന്ന് ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ച് അവളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ അവളൊന്ന് വരണം നോക്ക്. ഞാൻ ഒരു സപ്പോർട്ടർ ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് വഴക്ക് വെക്കും? ഇങ്ങോട്ട് ഇറങ്ങി വാടി. അങ്ങനെ നീ വിളിക്കുമ്പോ ഇറങ്ങി വരാൻ ഇരിക്കുന്നവളല്ലടി ഞാന്. എനിക്കറിയാടി. എടി നീ നിന്റെ ട്രൂപ്പ് മുടിഞ്ഞ് ഫോൺ റീചാർജ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. എടി നീ എന്നെ എന്ത് വേണമെങ്കിലും പ്രായിക്കോ, മൊബൈൽ റീചാർജ് ചെയ്യാൻ കാശുണ്ടാവരുതെന്ന് പ്രാഗിലേ ഞാൻ ക്ഷമിക്കൂല. അതിന് നിന്റെ ക്ഷമ ആർക്ക് വേണം? എടാ നീ ഒരു കഥ പരകഥ ഇല്ലാതെ, ഒരു കഥ രണ്ട് കഥ അല്ലടി, ഒരു കഥയും പരകഥയും ഇല്ലാതെ. അപ്പൊ നിനക്ക് നിന്റെ അവസ്ഥ അറിയാലോ. ആ സമയത്താണ് ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നത്. ആ സമയത്ത് നീയാണല്ലേടി എന്റെ വീട്ടിൽ കക്കാൻ കയറിയത്. ആണ് നിന്റെ വീട്ടിൽ എന്തോ ഇരിക്കുന്നടി. ആ കാലിന് രണ്ട് കക്കാകിലെടുത്ത് പോയി. അതൊക്കെ പണ്ടടി, ഇപ്പൊ എന്റെ അവസ്ഥ ഒക്കെ മാറി. അത് എങ്ങനെ മാറാതിരിക്കും? ഞങ്ങളുടെ സ്റ്റെപ്പ് അല്ലടി നീ കോപ്പി അടിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കിട്ടുന്ന പരിപാടി മൊത്തം നീ അടിച്ചു നമ്മുടെ കൈകൊട്ടിക്കളി എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അതെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഞാൻ കളിച്ചാട്ടിട്ടാണ് ഇവരെല്ലാരും കൈയടിച്ചത്. അയ്യോ, എന്റെ കൈകൊട്ടിക്കളി എല്ലാവർക്കും ഇഷ്ടമായ. നിനക്ക് കൈകൊട്ടികളി കളിക്കാൻ എന്ത് യോഗ്യത ഉണ്ടടി? അയ്യടി, യോഗ്യത കിട്ടിയിട്ട് കളിക്കാനായിട്ടേ. ഇത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഒന്നല്ലല്ലോ, കൈകൊട്ടിക്കളിയല്ലേ. നാളുണ്ടോടി ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടെടുക്കാൻ? അടുക്കി വച്ചേക്കല്ലേ സ്റ്റെപ്പ് കട്ടെടുക്കാനായിട്ട്. ഇതാ നീ എനിക്ക് കാലോത്സവത്തിന് വാങ്ങിച്ചു ഉണക്ക സാരി. അത് പട്ട് സാരി അല്ലാതെ ഉണക്ക സാരി അല്ല. അത് ഞാനൊക്കെ നന്നായിട്ട് ഉണക്കായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഉണക്ക സാരി. ഇതാ നീ എനിക്ക് ഉത്സവത്തിന് വാങ്ങി തന്ന വില കുറഞ്ഞ ചുരിദാർ. 1300 രൂപയുടെ ചുരിദാറാണോടി നിനക്ക് വില കുറവ്? 1300 രൂപയുടെ ചുരിദാറൊക്കെ. പക്ഷെ എന്റെ മനസ്സിൽ നിനക്ക് ഒരു വിലയില്ലടി. അതാ ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ പറയുമല്ലോടി. ഇതാ നീ എനിക്ക് അന്ന് വാങ്ങിച്ചു തന്നത്. നീ എറിഞ്ഞല്ലേ? ഇന്നാ നീ എപ്പോ വാങ്ങിച്ചു തന്നേടി? അതൊന്നും എനിക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓർത്തു വെക്കാനും മാത്രമേ ഇവക്ക് ഓർമ്മ ഉണ്ടായിട്ട് വേണ്ടേ? പ്രായമായില്ലേ. നീ ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടെടുത്തത് പോട്ടെ, ക്ഷമിക്കാം. പക്ഷെ നീ എന്റെ പ്രായം കൂടിയെന്ന് പറയുന്നത് എന്റെ പട്ടി ക്ഷമിക്കും. പട്ടി ക്ഷമിക്കും, കാരണം പട്ടിക്ക് ബോധമുണ്ട്. അത്ര പോലും ബോധം ഇല്ലോടി നിനക്ക്. നിനക്ക് പിന്നെ അങ്ങ് ബോധം നിറഞ്ഞങ്ങ് കിടക്കല്ലേ. കോഴിയറുത്ത് കുരുതി കൊടുത്ത് കോഴിക്കല്ലിൽ കൂടിയ ദുരിതം അമ്മേ കൊടുങ്ങല്ലൂരമ്മേ, അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. ഓടിയുടുത്ത് കോമരമായി കോപം കൊണ്ട് കളിക്കും പെണ്ണ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ, അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. നമ്മൾ നന്നായിട്ട് കളിച്ചല്ലേടി. ഇനി ഒരു ദിവസം കൊറേ തമിഴ് പാട്ടിട്ട് കയ്യൊട്ടി കളി കളിക്കണം. നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടല്ലേ? എന്ത്? തമിഴ്നാട്ടിലും കൂടെ അടി വാങ്ങിച്ചേട്ടെ. നീ വിചാരിക്കും പോലെയൊന്നുമല്ല.
ഞങ്ങളുടെ ട്രൂപ്പ് പൊളിയാണടി പൊളി. ആ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയടി. അതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ്. അവതരിപ്പിച്ചില്ലേലും പൊളി. അടി കഴിഞ്ഞോ? ഇല്ല. പിന്നെ നിങ്ങൾ ഇത്രയും നേരം എന്തോ ചെയ്യുമായിരുന്നു? ഞാൻ മിനിമം പ്രതീക്ഷിച്ചത് 4 അടി 2 വെട്ട്. ഇതൊന്നും ഇല്ലാതെ എന്തോന്ന് കോംപ്രമൈസ്. അതെ, എനിക്ക് പഞ്ചായത്തിൽ ഇരിക്കാൻ സമയമില്ല. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആശുപത്രി പോണം. അല്ല ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാൻ ആരെങ്കിലും പറഞ്ഞാ? എന്റെ അമ്പിളി അതല്ല, നിങ്ങളെ പരാതി കൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാ ആ പരാതി അവിടെ മാറ്റി വെച്ചിട്ട് ഇരിക്കേ. എന്റെ ദൈവം, ആരോട് പറയാൻ? മെമ്പർ ഞങ്ങളുടെ കാര്യത്തിൽ പരിഹാരം കാണണം. എന്താണ് അമ്പിളി ഇവിടുത്തെ പ്രശ്നം? പറഞ്ഞു കോട്ടെ. അതായത് ഞാൻ ഇവിടെ ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ആണല്ലോ, പെണ്ണല്ലേ? എന്റെ പൊന്നോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, സംഗതി ഞാൻ മെമ്പറാണെങ്കിലും എന്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ട പറയാൻ. ഈ നാട്ടുകാർ എന്നെ എന്തൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്നോട് അവർ അനുവാദം ചോദിച്ചിട്ടാണോ? അതുപോലെ നിങ്ങളും പറഞ്ഞോ? അതിനാരും അനുവാദം ചോദിച്ച്? അല്ല, ഈ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവളുടെ കൈകൊട്ടിക്കളിയല്ലേ? ഇവക്കടെ കൈകൊട്ടിക്കളി കഴിയുമ്പോ അത് ഗോലുകളിയാവും. അതെങ്ങനെ? അത്രയ്ക്കാണ് നാട്ടുകാർ ഇവളെ കൈകൊട്ടിക്കളി പൊളിയുമ്പോ കമ്പും കോലും ഒക്കെ ഇട്ട് എറിഞ്ഞോട്ടിക്കുന്നത്. അമ്പലത്തിലെ കൈകൊട്ടിക്കളി പോയിട്ട് പരിപാടി മൊത്തം പൊളിഞ്ഞ്. അന്നേരം മുങ്ങാൻ പറഞ്ഞപ്പോഴേ അമ്പലക്കുളത്ത് മുങ്ങിയത് ആരാ? ഇവളെ തന്നെ. അത് പിന്നെ ഞങ്ങൾ ദൈവവിശ്വാസികളാ. ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് മുങ്ങും. അപ്പൊ ശൈന പ്രദർശനം ചെയ്തതോ? 101 തവണയാണ് ശൈന പ്രദർശനം ഇവളെ കൊണ്ട് ചെയ്യിച്ചത്. അത് പോരായിട്ട് അതിന്റെ ക്ഷീണത്തില് ആശുപത്രിയിൽ 11 ദിവസം കടന്ന്. അതെ, ഞാനൊരു മെമ്പർ ആയോണ്ട് പറയുക, ആവശ്യമുള്ള കാര്യം പറയും. എന്നാ പിന്നെ മെമ്പർ പോക്കോ. എന്തിന്? മെമ്പറിനെ ഞങ്ങൾക്കൊന്നല്ല ഈ പഞ്ചായത്തിനേ ആവശ്യമില്ല. മെമ്പറിന്റെ ആധാർ കാർഡ് എവിടെന്നെങ്കിലും കളഞ്ഞിട്ടിയാലും ആരും കൊണ്ടുവരാൻ പോണില്ല. എന്നാ ഞാൻ പോവാ. പ്ലംബറേ, മെമ്പറേ, ഇനി നിങ്ങളെ കാര്യം പറ. മെമ്പറെ, എനിക്കും എന്റെ ട്രൂപ്പിനും കായംകുളത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇവളെ ട്രൂപ്പും കൂടെ തട്ടിയെടുക്കാൻ ഇവിടെ കയ്യെ വെച്ച് നടക്കുമായിരുന്നോ? ഓണടി, ഞാൻ കൈ വെച്ച് നടക്കുമായിരുന്നു. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? കുടുംബവാസിന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങിപ്പോയടി തങ്കമ്മേ. പട്ടി പിടിക്കല് കുട്ടികളിലടി തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല് തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് വളനിയാണ്ടവൻ കരഞ്ഞതാണടി തങ്കമ്മേ. കൊള്ളാം, സൂപ്പർ. എന്തോന്ന് നിങ്ങൾ ഈ ചെവിക്കല്ലത്തിട്ട് അടി? അത് പിന്നെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കല്ല, നിനക്കറിയാം കേട്ടാ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നീ പറയണം. എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയണം കേട്ടാ. അതിന് നിനക്ക് എന്തോ അറിയാടി. എടി, നീ ഇരിക്കുന്ന മെമ്പറിനെ കള്ളിന്ന് വിളിച്ചില്ലേ? ആ കാര്യം എനിക്കറിയാം. അയ്യോ മെമ്പറേ, ഞാനെങ്കിലൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടുകാർ മൊത്തം എന്നെ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം അങ്ങ് വിട്. മെമ്പറെ കള്ളവോട്ട് ചെയ്തിട്ടാ ജയിച്ചെന്ന് ഇവള് പറഞ്ഞോട്ടെ. അത് മാത്രമല്ല മെമ്പറെ, മെമ്പറിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുട്ടക്കോഴി എവിടെ? പാലും പശു എവിടെ? ഈ പശു എവിടെ, കോഴി എവിടെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന്റെ മുട്ടയും പാലും എന്റെ മക്കളാ തിന്നുന്നത്, അതെനിക്കറിയാം. എന്നാ ഞാൻ പോട്ടെ. മെമ്പറെ, നമ്മുടെ കാര്യം നമ്മുടെ അതെ, വിളിച്ചു വരുത്തി കളിയാക്കരുത്. എന്റെ കാര്യം വിട്. എല്ലാ മനുഷ്യരും ഇപ്പൊ നല്ലവരായിട്ട് ജനിക്കണമെന്നുണ്ടോ? ഇല്ല. എങ്ങനെ? എക്സാമ്പിൾ. മെമ്പർ വല്ലപ്പോഴൊക്കെ അപ്പുറത്തെ വാർഡിലൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പുറത്തെ വാർഡിലെ മെമ്പർ പഞ്ചായത്ത് കിണറിറക്കി. ഞാൻ ഈ പഞ്ചായത്ത് കുളം തോണ്ടി. അല്ല, ഞാൻ ഈ പഞ്ചായത്തിൽ വലിയൊരു കുളം തോണ്ടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പുറത്തെ ആ മെമ്പർ പഞ്ചായത്ത് കിണർ, കുളം, അതും പോരാതെ കൃഷിയും ഇറക്കി. എന്നിട്ടും ആ പാവത്തിന് അവിടെ പരാതിക്കാരന് ഇരിക്കാൻ പറ്റത്തില്ല. ചെവിതല കേട്ട് അവിടെ ഇരിക്കാൻ പറ്റൂല. എന്നിട്ട് ഈ മെമ്പർ ഇവിടത്തേക്ക് എന്തൊരു ചെയ്ത്? ഇത്രയും ചെയ്തവന് അവിടെ ചെവിതല കേട്ടിരിക്കാൻ പാടില്ല. ഒന്നും ചെയ്യാതിരുന്ന് ഇതൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അതിന്റെ ഒരു സുഖം. മനസ്സിലായല്ലോ? പിന്നെ മെമ്പറെ, ഞാൻ പഞ്ചായത്തിൽ ഒരു കക്കൂസിന് കൊടുത്ത്, അതെന്തായി? എന്റെ സംഗീത, നീ പഞ്ചായത്തിൽ കക്കൂസ് കൊടുക്കണ്ട. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ സമയത്ത് വല്ല പാവങ്ങൾക്ക് എടുത്തു കൊടുക്ക്. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കിട്ടിയ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അല്ല അമ്പിളി, നിനക്ക് ഫിഷ് ടാങ്ക് അല്ലേ കിട്ടിയേ? മിണ്ടിപ്പോരുത്. നിങ്ങളുടെ ഒരു ഫിഷ് ടാങ്ക്. എനിക്ക് കിട്ടിയ കക്കൂസ് ഉണ്ടാക്കാൻ വന്നത് ഈ മെമ്പറിന്റെ കെട്ടിയോ. ഡോറ് വെക്കേണ്ടതിന് പകരം 4 സൈഡും കല്ലിട്ടങ്ങ് തേച്ചു. എന്നിട്ട് അത് വന്ന് കണ്ട മെമ്പർ അതിനൊരു പേരിട്ട്
ഫിഷ് ടാങ്കിന്റെ അകത്തിടാ മീൻ എവിടെ ഞാൻ ചോദിച്ചപ്പോ 1 കിലോ നത്തോലി വാങ്ങിച്ചെന്ന മുതലാണ് ഈ നിൽക്കുന്നത്. അല്ല ഈ നത്തോലി കുഞ്ഞു മീനല്ലേ, അതിന് ചെറിയ മീൻ കിട്ടിയില്ല അമ്പിളി. എന്തായാലും ഞാൻ ഇത് കേസ് കൊടുക്കാനായിട്ട് ഇരിക്കുക. അല്ല മെമ്പറിന്റെ പോലീസ് കേസ് എന്തായി? അതൊന്നും പറയണ്ടടി. രാഘവന് ഒരു വീടിന്റെ സ്ഥലമൊക്കെ സെറ്റായി കിട്ടിയപ്പോ അതിന്റെ അടിത്തറ ഞാൻ തന്നെ ഇടണമെന്ന് വലിയ നിർബന്ധം. ഞാൻ ചെന്ന് കല്ല് വീണത് അവന്റെ കാലയില്. പിന്നെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ കേസ്. എന്തായാലും 2 കൊല്ലവും കൂടെ കഴിയുമ്പോ 5 വർഷം ആവുമല്ലോ. 2 വർഷവും കൂടി കഴിഞ്ഞാൽ എങ്ങനെ 5 വർഷം ആവുന്നേ? എന്തൊക്കെ പൊട്ടത്തരങ്ങളെ അമ്പിളി പറയുന്നേ. ഞാൻ വിചാരിച്ചത് ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത് ഞാനാണെന്ന്. പക്ഷെ ഈ അമ്പിളി എന്നെ കടത്തി വെട്ടിച്ചു. അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ 2 വർഷം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭരണം ഒന്ന് തീർന്നു കിട്ടുമല്ലേ? 5 വർഷം ഭരണം 10 വർഷത്തേക്ക് ആക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്തിന്? ആ 10 വർഷം എനിക്ക് പഞ്ചായത്ത് ഭരിക്കാലോ. പിന്നെ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന ഒരു കുഞ്ഞു പോലും എനിക്ക് വോട്ട് ചെയ്യില്ല. അതിന് കുഞ്ഞുങ്ങൾക്ക് വോട്ടില്ലല്ലോ, മുതിർന്നവർക്കല്ലേ. എന്റെ സംഗീതേ അതല്ല, നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യില്ലല്ലോ എന്ന്. അത് ശരിയാ. അപ്പുറത്തെ സുധാകരന്റെ ചെറുക്കന് പഠിക്കാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പം മെമ്പർ അവനൊരു പശുവല്ലേ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ എങ്ങനെ വോട്ട് ചെയ്യും? അത് ഞാൻ അവന്റെ സ്കൂളിൽ ചെന്ന് അവന്റെ പഠന കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി. പഠിത്തത്തിൽ ചെറുക്കൻ വളരെ പുറകോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പിന് പകരം പശുവിനെ മേടിച്ചു കൊടുത്തത്. എന്തിന്? ആ പശുവിനെ പോറ്റെങ്കിലും അവൻ ജീവിച്ചു പോട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിക്കാൻ? ഇല്ല. അപ്പൊ നിങ്ങളും പോക്കോ. ഓക്കേ. ഒന്ന് നിന്നേ. നിങ്ങളുടെ പ്രശ്നം തീർക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. വാ. അതെ, ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ വന്നതാണെങ്കിൽ ആദ്യം അത് തീർക്ക്. ഞാൻ ആദ്യമേ വന്ന് നിങ്ങളെ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വന്ന് എന്റെ കുറച്ച് കഥകൾ അങ്ങ് കീച്ചത്. ഇനി നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കാം. ഹലോ. അയ്യോ, എല്ലാം പോയേ. തമ്മിൽ വഴക്കിടുമെങ്കിലും അങ്ങോട്ട് സ്നേഹം ഉണ്ടല്ലേ. അയ്യോ, സ്നേഹം കൊണ്ടല്ല. പിന്നെ അവൾ എന്തിനു കരയണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സന്തോഷിക്കായിരുന്നു. ഹലോ. ആ മനസ്സിലായി. മെമ്പറേ. എന്താ മെമ്പറേ, എനിക്കും എന്റെ ട്രൂപ്പിനും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ആയി മെമ്പറേ. എന്നിട്ട് ഇവിടെ തന്നെ ഉള്ള ഏതോ ശ്രീദേവിയുടെ ട്രൂപ്പിനാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീദേവിയുടെ ട്രൂപ്പോ? അതേത് ട്രൂപ്പ്? അതെനിക്ക് മെമ്പറേ, ശ്രീദേവിയേ. ഓ, അപ്പൊ നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ മെമ്പറിന്റെ പേരല്ലോടി ശ്രീദേവി. അമ്പടി. അപ്പൊ ഇതൊക്കെ മെമ്പറിന്റെ നമ്പർ ആയിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൈകൊട്ടിക്കളി ക്യാൻസൽ ആക്കും. എന്നിട്ട് നമ്മളുടെ ട്രൂപ്പ് ഒന്നിച്ച് മെഗാ കൈകൊട്ടിക്കളി നടത്തും. അപ്പൊ എന്റെ ട്രൂപ്പോ? ഊപ്പ് മണ്ണാൻ കട്ട പൊക്കോണം. അല്ല, നിങ്ങൾ ഏതായാലും ഒന്നായ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോണ പരിപാടിയിൽ ഞാനും ഉണ്ടാവും. ഞാൻ അങ്ങ് തരട്ടെ. എന്ത്? ഒന്ന് അങ്ങോട്ട് വച്ച് തരട്ടേന്ന്. അങ്ങോട്ട് കൊടുക്കണേ. അയ്യോ, നിങ്ങളുടെ ബാക്കിൽ പാപ്പി. മെമ്പറേ, പാടി. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.